നമുക്കിപ്പോ തുടങ്ങാം. പോയി പിന്നെ ഇംപ്രസ് ചെയ്യുന്ന എന്തൊക്കെ ചെയ്യണം? ആഹാ, ഗുഡ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ പറ കേക്കട്ടെ. താടി വേണം, മീശ വേണം. കളിക്കണോ? എനിക്കത് പിടിച്ചപ്പ പിടിച്ച് കളിക്കണോ? ഇത് എന്തോന്ന് താടിയോ അതോ ഷുഗർ ഡാഡിയാ? എന്തോ മോളെ പറയുന്നത് മനസ്സിലായില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ളത് മതി, ഓവർ ആടില്ല. അത് ഈ പിടിച്ച് കളിക്കാൻ വേണം, എന്നിട്ട് ഓവർ ആകേണ്ട ആവശ്യത്തിന് മതി. ഇതൊന്നും മൂക്കിന് താഴെ നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കാ പണിയുന്ന ഒരു കാര്യം ചെയ്യും. മീശയുടെ രണ്ട് കയറിയിട്ടിട്ട് ഊഞ്ഞാലാട്. കുണ്ടിയുള്ള ആൾക്കാരായിരിക്കണം. എന്നത് കുണ്ടിയാ? യു മീൻ ആസ്? ആടാ കൊമ്മാലേ. ജസ്റ്റ് റിവേഴ്സ് ദ ജെൻഡർ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം ഒരു പെണ്ണിനെ നിന്നെ ഇംപ്രസ് ചെയ്യാൻ എന്തൊക്കെ വേണം, അതുപോലെ ആ പെണ്ണ് പറയുന്നതാണ് ഞാനും പറയണം. അവൾക്കിപ്പോൾ നല്ല കുണ്ടിയാണ് പയ്യടിയോ പട്ടിയോ. അപ്പൊ ഇതുപോലെ ആരെങ്കിലും എന്റെ മുഖത്ത് രണ്ട് അടി അടിക്കും, പിന്നെ എന്റെ കണ്ടിക്ക് പോലീസിന്റെ ലാത്തി കൊണ്ട് രണ്ട് വരെയും വീഴും. അപ്പൊ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളൊക്കെ പറഞ്ഞ ആഹാ ഓ, അവരൊക്കെ പറഞ്ഞ ഓഹോ അടിപൊളി പോലെ സൂപ്പർ സൂപ്പർ അല്ലേ? ചില ആമ്പിളാരുണ്ട് നല്ല കലിപ്പ് ലുക്കൊക്കെ ഇട്ട് നടന്നിട്ട് നടക്കുമ്പോ പെമ്പിളാരെ പോലെ ബാക്കൊക്കെ ഇട്ട് ആട്ടി ആട്ടി നടക്കുന്നത്, അതിനോടൊന്നും താല്പര്യമില്ല. പടക്കവും പൊട്ടിക്കണം, പക്ഷെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാനും പാടില്ല. കൊച്ചാ നീ തന്നെ പറയുന്ന ആൺകുട്ടികൾക്ക് കുണ്ടി വേണം, എന്നിട്ട് പറയുന്നത് ആടാൻ പാടില്ല. പിന്നെ നമുക്ക് പിന്നെ ഫെവിസിക്കോ ചൊട്ടിച്ച് വയ്ക്കാൻ പറ്റുമോ? നമ്മളിത് കാറ്റടിച്ച് ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല. ഞങ്ങള് പെമ്പിള്ളാരും ആമ്പിളാരെ നോക്കും. കുണ്ടി നോക്കും. പിന്നെ നോക്കണം, എന്തായാലും നോക്കണം. ഇപ്പൊ അതില്ലാത്തവരും തോയും. ഇതുപോലെ ചെടിയായിരുന്നെങ്കിൽ വല്ല വളം വെച്ചെങ്കിലും വളർത്തായിരുന്നു. നീ കുണ്ടിയോ എവിടെ എവിടെ വേണോ നോക്കിയോ. ദാറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. ഓക്കെ, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഇതൊന്നും കേട്ടിരിക്കാനൊന്നും വയ്യ. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ. ശരി എന്നാ, ഓക്കെ ബൈ. അവളുടെ ഒരു കുണ്ടി